ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 6th എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ലിങ്ങിൻ്റെ സിസ്റ്റർ വീണത് കാരണം ലിങ് ഹോസ്പിറ്റലിൽ നിന്ന് സീഷോയും ജിജിയാനയും പറഞ്ഞയച്ചു. അവർ വീട്ടിലെത്തിയതിനു ശേഷം ലിങ് ഇല്ലാത്തത് കാരണം അവർക്ക് വളരെ ഒറ്റപ്പെടൽ അനുഭവിച്ചു. അങ്ങനെ അവർ ലിങ്ങിനെയും കാത്തു നിൽക്കുകയാണ്. ലിങ് അതിലൂടെ വരുന്നത് കാണുന്ന ജിജിയാനും സീഷയും അവിടെ നിന്ന് ലിങ്ങിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ് അവനെ കാണാനായി. ലിങ്ങിനെ കണ്ട ജിജിയാൻ ലിങ്ങിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നീ ഇല്ലാത്തത് കാരണം വളരെ ഒറ്റപ്പെടലുണ്ടായിരുന്നു. നീ വന്നപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ജിജിയാൻ പറയുന്നുണ്ട്, നിന്റെ സിസ്റ്ററിനെ വീഴ്ത്തിയിട്ടത് ഞാനൊന്നുമല്ല, അവൾ എന്നെയാണ് പറയുന്നത്. അവൾ തന്നാലെ പോയി വീണതാണ് എന്നെല്ലാം ജിജിയാൻ ലിങ്ങിനോട് പറയുന്നുണ്ട്. അതെല്ലാം എനിക്കറിയാമെന്ന് ലിങ് ജിജിയാനോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ സന്തോഷമായി വീടിനുള്ളിലേക്ക് തിരിച്ചു പോവുകയാണ്. ലിങ്ങിൻ്റെ മുത്തശ്ശി ഹോസ്പിറ്റലിലായത് കാരണം ലിങ്ങിൻ്റെ അമ്മ അവരെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് മുത്തശ്ശിയെ കാണാൻ വേണ്ടി ജിജിയാൻ്റെ അച്ഛനും അവിടേക്ക് വരുന്നത്. അവരെ കണ്ട ഉടൻ ലിങ്ങിൻ്റെ അമ്മ ജിജിയാൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി കുറച്ച് ക്യാഷ് കൊടുത്തു പറയുന്നുണ്ട്, എൻ്റെ മകനെ നിങ്ങൾ ഇത്ര കാലമായി നോക്കിയില്ലേ, അതിനുള്ള ക്യാഷാണ് എന്നെല്ലാം പറഞ്ഞ് ലിങ്ങിൻ്റെ അമ്മ ജിജിയാൻ്റെ അച്ഛന് ക്യാഷ് കൊടുക്കുകയാണ്. ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ ക്യാഷിന് വേണ്ടിയല്ല അവനെ നോക്കിയത്, ഞാൻ എൻ്റെ സ്വന്തം മകനായാണ് അവനെ കാണുന്നത്. അവനെ മാത്രമല്ല, സീഷയും ജിജിയാനും, അവർ 3 പേരും എനിക്ക് ഒരേപോലെയാണ് എന്നെല്ലാം പറഞ്ഞ് ആ ക്യാഷ് വാങ്ങാതെ ജിജിയാൻ്റെ അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. ലിങ്ങിൻ്റെ അമ്മ അവരുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് ലിങ്ങിനെ കാണണമെന്ന് അനുജത്തി പറഞ്ഞത് കാരണം ലിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവർ പോട്ടെ എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയത് കാരണം അവരെല്ലാവരും ഹാപ്പിയായി അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. എന്നിട്ട് അവർ 3 പേരും കൂടി ഫോട്ടോ എടുക്കാനും ഷോപ്പിങ്ങിനുമായി പോകുന്നുണ്ട് പുറത്തേക്ക്. അങ്ങനെ അവർ ഷോപ്പിങ്ങിനെത്തിയപ്പോൾ ജിജിയാൻ അവിടെയുള്ള എല്ലാ സ്നാക്സും എടുക്കുന്നുണ്ട്. അതെല്ലാം ലിങ് പിന്നെയും തിരിച്ചു വെക്കുന്നുണ്ട്. ജിജിയാനും സീഷോ കൂടി പ്ലാൻ ഇട്ട് അവർ സ്വീറ്റ്സ് എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ലിങ് നോക്കുമ്പോൾ അവർ ഹണിയൊക്കെ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ബിൽ ചെയ്യാൻ പോകുമ്പോൾ അവരെടുത്ത സ്നാക്സ് എല്ലാം ലിങ് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ജിജിയാൻ അത് കണ്ട് ദേഷ്യം പിടിച്ചു നോക്കുമ്പോൾ ലിങ് പറയുന്നുണ്ട്, നിനക്ക് പല്ല് വേദനയാണ്, അത് കാരണം ഞാൻ നിനക്ക് ഒരു സ്നാക്സും വാങ്ങിത്തരില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ ഗ്രാമത്തിലെ ഒരു പ്രത്യേകതരം ഫെസ്റ്റിവൽ ആയിട്ടുണ്ട്. ആർക്ക് കോൾ ചെയ്താലും അത് ജിജിയാൻ എടുത്തിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് സീഷോക്ക് ഫോൺ വന്നത്. അത് ജിജിയാൻ എടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് സീഷോക്ക് സംസാരിക്കാൻ കൊടുത്തത്. ജിജിയാൻ അച്ഛനോട് പറയുന്നുണ്ട്, എനിക്കും ഒരു ഫോൺ വാങ്ങിത്തരുമോ, എന്നാൽ എനിക്കും വിളിച്ച് എന്നെ ആഘോഷമൊക്കെ പറയാൻ ആളുകളുണ്ടാകും എന്നെല്ലാം ജിജിയാൻ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ ലിങ്ങിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ വാങ്ങിത്തരാം മോളെ നിനക്ക് ഫോൺ എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അന്ന് രാവിലെ സ്കൂൾ തുടങ്ങി അവരെല്ലാവരും ഇരിക്കുമ്പോഴാണ് സാർ വരുന്നത്. സാർ പറയുന്നുണ്ട്, ഇന്നിവിടേക്ക് പുതിയൊരു കുട്ടി വരുന്നുണ്ട്. അവളുടെ പേര് ടങ്സാൻ എന്നാണ്. അവളൊരു മോഡലാണ്, ഫിലിം ആക്ട്രസ്സാണ് എന്നെല്ലാം പറയുന്നുണ്ട്. അവളെ കണ്ടതും എല്ലാ കുട്ടികളും വായി തുറന്ന് നോക്കി നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു അവളെ കാണാൻ എന്നെല്ലാം പല കുട്ടികളും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവളുടെ കയ്യിൽ നിന്ന് എന്തോ തറയിലേക്ക് വീഴുന്നത്. പക്ഷെ അവൾ അത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇതെല്ലാം കണ്ട ഷീലിംഗ് അത് കൊടുക്കാനായി പോകുമ്പോൾ ജിജിയാനെയും കൂട്ടുന്നുണ്ട്. അവർ അവളെ അന്വേഷിച്ചു പോകുമ്പോഴാണ് അവൾ ഒരു സ്ഥലത്ത് നിന്ന് യൂണിഫോം എല്ലാം ചേഞ്ച് ചെയ്ത് സിഗരറ്റ് വലിക്കുന്നതായി അവർ കാണുന്നത്. അത് കണ്ട ഉടൻ അവർക്ക് പേടിയാകുന്നുണ്ട്. എന്നിട്ട് അവർ ആ സാധനം അവിടെ ഇട്ട് ഓടിപ്പോവുകയാണ്. അവർ 4 പേരും റെസ്റ്റോറൻറ്റിൽ ഇരിക്കുമ്പോഴാണ് ജിജിയാൻ ലിങ്ങിനോടും സീഷയോടും ടങ്സാനെ പറ്റി പറയുന്നത്. അവർ
ആക്ട്രസ് എല്ലാമാണ്, പക്ഷെ അവൾ ഇന്ന് സിഗരറ്റ് എല്ലാം വലിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നെല്ലാം ജിജിയാൻ സീഷോയോടും ലിങ്ങിനോടും പറയുന്നുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ചീലിങ് സീഷോയെ നോക്കുമ്പോൾ സീഷോയോട് പിന്നെയും ചീലിങ്ങിന് ചെറിയ ക്രഷ് എല്ലാം അടിക്കുന്നുണ്ട്. ജിജിയാനും ചീലിങ്ങും പിന്നെ അവരുടെ ക്ലാസ്സിലുള്ള എല്ലാവരും റണ്ണിങ് കോമ്പറ്റീഷനായി ഓടുമ്പോഴാണ് ജിജിയാൻ ചീലിങ്ങിനെ കാണിച്ചു കൊടുക്കുന്നത് ടങ്സാൻ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നത്. അങ്ങനെ ജിജിയാൻ ടങ്സാനെ കളിയാക്കാൻ വേണ്ടി ടങ്സാൻ ഇന്നലെ കാണിച്ച പോലെ സിഗരറ്റ് വലിക്കുന്നതായി അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സീഷോക്ക് വെള്ളം ഒഴിക്കാൻ ചിങ്ലിങ്ങും ജിജിയാനും അവിടേക്ക് പോകുന്നു. വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വരുന്ന സീഷോ കാണുന്നത് തൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെയാണ്. അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ അവൻ്റെ അച്ഛൻ പറയുകയാണ്, ഞാൻ നിൻ്റെ യഥാർത്ഥത്തെ അച്ഛനാണ്. നിൻ്റെ അമ്മയുടെ പേരെല്ലാം അവൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ഉറപ്പായി അവൻ്റെ അച്ഛനാണെന്ന് അവൻ സങ്കടം കൊണ്ട് അവിടെ നിൽക്കുകയാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ ജിയാനോടും ലിങ്ങിനോടും ഇതെല്ലാം പറയണോ എന്ന് ആലോചിക്കുകയാണ്. അപ്പോഴാണ് ജിജിയാനും ലിങ്ങും അവനെ വിളിക്കുന്നത്. അവൻ നേരെ അവരുടെ കൂടെ പോയി അവർ മൂന്നുപേരും വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വന്നപ്പോഴാണ് അവൻ്റെ ആൻറ്റി അവിടെ ഉള്ളതായി കാണുന്നത്. ആൻറ്റി അവിടെ ആയത് കാരണം അവൻ റൂമില്ലാത്തത് കാരണം ലിങ്ങിൻ്റെ അടുത്ത് പോയി കിടക്കുകയാണ്. ലിങ്ങിനോട് സീഷോ ചോദിക്കുന്നുണ്ട്, നീ ഉറങ്ങിയോ? അപ്പോൾ ലിങ് പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ ഉറങ്ങാം? എൻ്റെ ബെഡിലല്ലേ നീ കിടക്കുന്നത്, നീ താഴെ ഇറങ്ങിക്കിടക്ക്, എന്നാൽ ഞാൻ ഉറങ്ങാം എന്നെല്ലാം ലിങ് പറയുന്നുണ്ട്. അപ്പോൾ താഴെ കിടക്കുന്ന ജിജിയാൻ ചോദിക്കുന്നുണ്ട്, സീഷോ ഇവിടെ ഇറങ്ങിക്കിടന്നാൽ ഞാൻ എവിടെ കിടക്കും? അപ്പോൾ ലിങ് പറയുന്നുണ്ട്, നീ പോയി നിൻ്റെ റൂമിൽ കിടക്ക്, നീ എന്തിനാ താഴെ വന്ന് കിടക്കുന്നത്? അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, ഇന്ന് സീഷോ ഓൾറെഡി നല്ല വിഷമത്തിലായിരുന്നു. അവൻ എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പോയാൽ അവൻ നിന്നോട് പറഞ്ഞാലോ? അത് പേടിച്ചാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി മാത്രം ഇപ്പോൾ സീക്രട്സ് ഒന്നും പറയണ്ട, ഞാനും കൂടി കേൾക്കും എന്നെല്ലാം ജിജിയാൻ പറയുന്നുണ്ട്. എന്നിട്ട് ജിജിയാൻ സീഷോയോട് പറയുന്നുണ്ട്, ആദ്യമല്ല ഞാൻ പറയുന്നത് മാത്രമായിരുന്നു നീ കേൾക്കുന്നത്, ഇപ്പോൾ എനിക്കതിന് കഴിയുന്നില്ല, പോട്ടെ എന്നെല്ലാം പറഞ്ഞ് അവർ അവിടെ കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് സ്കൂളിലെത്തിയപ്പോഴാണ് എക്സാം റിസൾട്ട് വരുന്നത്. ജിജിയാൻ അവിടെ നിന്ന് സന്തോഷിക്കുകയാണ്. ചീലിങ് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ സന്തോഷിക്കുന്നത്? ജിജിയാൻ പറയുന്നുണ്ട്, ഞാനല്ല ഈ പ്രാവശ്യം ലാസ്റ്റ്, അതാണ് ഞാൻ സന്തോഷിക്കുന്നത്, ഞാൻ ഈ പ്രാവശ്യം സെക്കൻഡ് ലാസ്റ്റാണ് എന്ന് പറഞ്ഞ് ജിജിയാൻ ചിരിക്കുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ പ്രാവശ്യം ടങ്സാൻ ആയിരുന്നു. ടങ്സാൻ കാണാതെ ജിജിയാനും ചീലിങ്ങും അവിടെ മാറി നിന്ന് ചിരിക്കുകയാണ്. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 6th എപ്പിസോഡിൽ കാണിക്കുന്നത്.